SKN40 കേരള യാത്രയുടെ മൂന്നാം ദിനമാണ് ഇന്ന്. ഇന്നലെ നമ്മൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 ദിവസം തിരുവനന്തപുരത്തിന്റെ വിവിധ മേഖലകൾ നമ്മൾ കവർ ചെയ്തു. പ്രേക്ഷകർ കണ്ടു. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി. ഒരുപാട് സന്ദേശങ്ങൾ പല സ്ഥലങ്ങളിൽ കൊടുത്തു. ഇപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലെ പര്യടനത്തിൽ നമുക്ക് ബോധ്യമാവുന്നു, ഈ 2 ദിവസത്തെ പര്യടനത്തിൽ ബോധ്യമാവുന്നത് ഉറപ്പായും നമ്മുടെ ഈ യാത്ര ഒരു ശരിയായ ദിശയിലേക്കുള്ള യാത്രയാണ്. ഏറ്റവും അടിയന്തരമായ അനിവാര്യമായ സമയത്ത് തന്നെയാണ് SKNet 4024 യാത്ര നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് കൊല്ലത്താണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിയുള്ള ഇന്നത്തെ യാത്ര. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കൊല്ലത്തെ പര്യടനത്തിൽ പ്രധാന ഇടങ്ങൾ, വിവിധ സമൂഹങ്ങൾ എന്നിവരുമായി SKN40 യാത്രാ സംഘം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുജിത്ത്, ഇന്നത്തെ യാത്രയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് കടന്നല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ കാര്യപരിപാടികൾ? സുജിത്ത്, SKN വിജയകുമാർ, ഹഷ്മി, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമേലിലാണ്. നിലമേലിൽ നിന്നുമാണ് നമ്മൾ നമ്മുടെ ഈ ഇന്നത്തെ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ തിരുവനന്തപുരത്ത് ലഭിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടിയാണ് കൊല്ലം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. ഇപ്പോൾ നിലമേലിൽ അതിൻ്റെ ഒരു വലിയ തെളിവാണ് നിലമേലിലെ രാവിലെ തന്നെയുള്ള ഈ ഒരു വലിയ ആൾക്കൂട്ടം. അതിൽ പ്രധാനമായും ഈ SKNൻ്റെ ഈ ലഹരി വിരുദ്ധ അല്ലെങ്കിൽ ലഹരിക്ക് അക്രമത്തിനും ലഹരിക്കും എതിരായിട്ടുള്ള ഈ ഒരു ജനകീയ യാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി രാവിലെ തന്നെ നിലമേലിൽ വിസ്മയുടെ കുടുംബം എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ നിലമേലിലുള്ള ഒളിമ്പ്യൻ അനസിൻ്റെ അധ്യാപകനും യുവാക്കളും നാട്ടുകാരും ഒക്കെ ചേർന്നിട്ടുണ്ട്. ഒപ്പം മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ ഇവിടെ ബാനറുകളൊക്കെ കെട്ടി പ്രത്യേകം സ്ഥലമൊക്കെ ക്രമീകരിച്ച് ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. എല്ലാവരും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരുണ്ട്. പഞ്ചായത്ത് അധികൃതർ ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്. അങ്ങനെ നിരവധി ആളുകളൊക്കെ തന്നെ ഉണ്ട് നമ്മളോടൊപ്പം. ഇവിടെ ഇപ്പോൾ വിസ്മയുടെ അച്ഛനും വിസ്മയുടെ അമ്മയും ഇവിടെ എത്തിയിട്ടുണ്ട്. SKN ഇതിനു മുൻപ് വീട്ടിലെത്തിയിരുന്നു. അന്നത്തെ ഒരു അവസ്ഥ അറിയാം. അന്ന് 24 അന്ന് ഒപ്പം തന്നെ വിസ്മയയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു. അപ്പോൾ വീണ്ടും SKNനെ സ്വീകരിക്കാൻ വേണ്ടി വലിയൊരു ക്യാമ്പയിനുമായി എത്തുന്ന SKNനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു പ്രവൃത്തിയാണ്. നമുക്ക് ഈ നാട്ടിന് വേണ്ടി നമ്മളെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് SKN ചെയ്യുന്ന ഈ ഒരു പുണ്യപ്രവർത്തിയിൽ നമ്മൾ പങ്കാളിയാവേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആൾക്കാരെല്ലാവരും കൊണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ ഒരു മാസം നോമ്പ് മാസം ആയതിനെക്കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇതിനേക്കാളും നല്ലൊരു പരിപാടി ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചതായിരുന്നു. SKN ഒരിക്കലും നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാത്രമല്ല, SKN എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബ സുഹൃത്തും അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും, അദ്ദേഹത്തിൻ്റെ ഈ ഒരു യാത്രയോടുകൂടി അദ്ദേഹം ഒരു നല്ല ഒരു കാരുണ്യ പ്രവർത്തനത്തിലേക്ക് നീങ്ങുകയാണ്. അതിന് ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ മേധാവി ഇത്തരത്തിൽ ഒരു മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ 40 വർഷത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു വേറിട്ട ഒരു പ്രവർത്തനം അത് ചരിത്രത്തിൽ കുറിക്കപ്പെടുന്നതാണ്. എന്താണ് പ്രസിഡന്റ് പറയാനുള്ളത്? ഇത് ചരിത്രത്തിലേക്ക് കുറിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. SKNനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിന് 40 വയസ്സ് തികയുകയാണ്. അതോടൊപ്പം കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് സിന്തറ്റിക് ഡ്രഗ്സ്. നമ്മുടെ പുതുതലമുറയെല്ലാം അതിൻ്റെ പിന്നാലെ പോയി. അപ്പോൾ കേരളത്തിൻ്റെ 14 ജില്ലകളിലും അരുത് ലഹരി, അരുത് അക്രമം എന്ന് പറയുന്ന ഒരു സ്ലോഗൻ ഉയർത്തിക്കൊണ്ട് ട്രിവാൻഡ്രം ജില്ലയിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമേ തന്നെ അദ്ദേഹത്തിന് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ചെയ്യുകയാണ് SKNനെയും ഹഷ്മിയെയും ഒപ്പം വിജയകുമാറിനെയും എല്ലാം നമ്മുടെ ടീം 24നെ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഈ ക്യാമ്പയിനെ ഇവർ കൊല്ലം ജില്ലയിലേക്ക് നിലമേലിൽ നിന്നും സ്വാഗതം ചെയ്യണം. ഒളിമ്പ്യൻ അനസിൻ്റെ അധ്യാപകൻ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ SKNനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. SKN അപ്പോ സുജിത് സുരേന്ദ്രനാണ്. ആക്കൽ എന്ന് പറഞ്ഞാൽ ചെറിയ വിളന്നല്ലോ, റോഡ് വിളാക്കൽ. അതല്ല, അത് സ്ഥലപ്പേര് ആക്കലെന്ന്. അപ്പൊ ഞാന് നിങ്ങളെ കാണാൻ വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ മുജീബ് എന്ന് പറയും എൻ്റെ പേര്. ഞാൻ വെളുന്നല്ലൂർ പഞ്ചായത്ത്, അതായത് ഓയൂർ വെളുന്നല്ലൂർ പഞ്ചായത്തിൽ ആക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ആക്കൽ എന്ന സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ പറയാനുള്ള കാരണം ഏതെങ്കിലും നമ്മുടെ ആക്കല്ലേ എന്ന് പറഞ്ഞാൽ നീ ആ സ്ഥലത്ത് പോയി പറ അല്ലേ നമ്മൾ പറയാം. പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം നടക്കുന്ന
ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഈ 13 വയസ്സുള്ള ഒരു പയ്യൻ ഇന്നലെ അവിടെ ഒരു പാറക്കുളത്തിൽ വീണ് മരിച്ചു. വാർത്ത കൊടുത്തായിരുന്നു ഇന്നലെ 24-ലൊക്കെ വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഏകദേശം ഒരു വർഷങ്ങളായിട്ട് പാറ പൊട്ടിച്ചു മാറ്റിയ സ്ഥലങ്ങളിൽ ഇതുപോലെ വലിയ ഗർത്തങ്ങൾ, അതായത് 10, 50, 60 അടി താഴ്ചയിൽ ഗർത്തങ്ങൾ ഉണ്ടായിട്ട് അവിടെ ഇതുപോലെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ട് അവിടെ ഈ ആളുകൾ വന്ന് അപകടകരമായ അവസ്ഥയിൽ ഈ വെള്ളത്തിൽ ചാടുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ കൃത്യമായി അത് സാധാരണ നിലയിൽ ഇങ്ങനെ ഉള്ളൊരു അവസ്ഥ വരുമ്പോൾ ഈ മണ്ണ് ഇതുപോലെ വെള്ളം കിടക്കുന്ന ഭാഗം മണ്ണിട്ട് മൂടണമെന്നൊരു നിയമമുണ്ട്. ആ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് ഫുള്ള് വെള്ളത്തിലാണുള്ളത്. അവിടെ വെള്ളം കണ്ടാൽ ഒരുമാതിരി സമുദ്രജലം പോലെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കൗതുകം തോന്നി പിള്ളേർ അതിലേക്ക് ചാടാൻ സാധിക്കും. ഇപ്പോൾ അവിടെ അത് ഉറപ്പായിട്ടും മണ്ണിട്ട് മൂടുകയോ അല്ലെങ്കിൽ സംരക്ഷണ വേലി ഉണ്ടാക്കുകയോ ചെയ്യണം. മൂടേണ്ടത് അതിന്റെ ഉടമസ്ഥര്, അതായത് ക്രഷർ, ഐശ്വര്യ ക്രഷർ എന്ന് പറയുന്ന ക്രഷറിനകത്താണ് ഈ സംഭവം നടന്നത്. നിങ്ങൾ ഐശ്വര്യമായിട്ട് അത് പെട്ടെന്ന് മൂടണം. ഒരാൾ മരിച്ചു കഴിഞ്ഞു, ഇനി ഒരു മരണത്തിന് വേണ്ടി നിങ്ങൾ ദയവ് ചെയ്ത് കാത്തിരിക്കരുത്. ഇത് നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഇദ്ദേഹം മുജീബ് പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലായി.